അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങയെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. ഉന്നതത്തിൽ നിന്ന് തന്നെ എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ മാർഗങ്ങളെല്ലാം അങ്ങ് നിരീക്ഷിക്കുന്നു. എന്റെ ഓടുവഴികൾ അങ്ങ് അറിയുന്നു. എന്റെ വാക്കുകളുടെ വ്യത്യാസം പോലും മനസ്സിലാക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ളതെല്ലാം അങ്ങ് അറിയുന്നു. അങ്ങ് എന്നെ രൂപപ്പെടുത്തി. അങ്ങയുടെ കരം എന്റെ മേൽ വച്ചിരിക്കുന്നു. ഇതെനിക്ക് വിസ്മയാവഹവും എന്റെ ഗ്രഹണശക്തിക്ക് അതീതവുമാകുന്നു. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിലേക്ക് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. സിയോലിലേക്ക് ഇറങ്ങിയാൽ അങ്ങ് അവിടെയുമുണ്ട്. കഴുകനെ പോലെ ചിറകു വിടർത്തി ഞാൻ കടലിന്റെ അതിർത്തിയിൽ ചെന്ന് പാർത്താലും അവിടെയും അങ്ങയുടെ കരം എന്നെ പിന്തുടരും. ബലം കയ്യാൽ അങ്ങ് എന്നെ നയിക്കും. ഇരുട്ട് എനിക്ക് പ്രകാശമായി തീരും. രാത്രി എന്റെ മുമ്പിൽ പ്രശോഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അന്ധകാരവും അങ്ങേക്ക് ഇരുളല്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുളെല്ലാം വെളിച്ചം പോലെയാകും. എന്റെ അന്തരംഗം അങ്ങ് രൂപപ്പെടുത്തി. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അങ്ങ് എന്നെ സ്വീകരിച്ചു. അങ്ങയുടെ അത്ഭുത ചെയ്തിയെ കുറിച്ച് അങ്ങേ ഞാൻ പ്രകീർത്തിക്കും. അങ്ങയുടെ പ്രവൃത്തികൾ ഏറ്റവും മഹനീയമാണല്ലോ. ഞാനവ നന്നായി ഗ്രഹിക്കുന്നു. നിഗൂഢതയിൽ ഞാൻ ഉരുവാക്കപ്പെട്ടപ്പോൾ എന്റെ രൂപം അങ്ങിൽ നിന്ന് മറഞ്ഞിരുന്നില്ല.
ദൈവമേ, അങ്ങയുടെ കരുണ എനിക്ക് വിലപ്പെട്ടതാകുന്നു. അത് എത്രയോ ശക്തവും വിപുലവുമാണ്. ഞാനവ എണ്ണിയാൽ മണൽത്തരികളേക്കാൾ അത് അധികമാണ്. ഞാൻ ഉണർന്നെഴുന്നേറ്റ് അപ്പോഴും ഞാൻ അങ്ങയോടൊപ്പമായിരുന്നു. ദൈവമേ, അങ്ങ് പാപികളെ നിഗ്രഹിക്കുന്നെങ്കിൽ രക്തദാഹികൾ എന്നിൽ നിന്ന് അകന്നു പോകും. അവർ അങ്ങയെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചു. അങ്ങയുടെ നഗരം അന്യായമായി പിടിച്ചെടുത്തു. കർത്താവേ, അങ്ങേ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിച്ചു. അങ്ങയുടെ എതിരാളികളോട് ഞാൻ കോപിച്ചു. ദൈവമേ, എന്നെ പരിശോധിക്കണമേ, എന്റെ ഹൃദയം മനസ്സിലാക്കണമേ. അങ്ങ് എന്നെ പരീക്ഷിക്കണമേ, എന്റെ വിചാരങ്ങളെല്ലാം അറിയണമേ. വഞ്ചനയുടെ വഴിയിലാണോ ഞാൻ നടക്കുന്നതെന്ന് അങ്ങ് പരിശോധിക്കണമേ. അങ്ങയുടെ നിത്യമായ മാർഗത്തിലൂടെ അങ്ങ് എന്നെ നയിക്കണമേ. കർത്താവേ, ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു, ദിവസം മുഴുവൻ കലഹമുണ്ടാക്കുന്നു. നാവിനെ സർപ്പത്തിൻ്റെതുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അധരങ്ങളിൽ അണലി വിഷം ഒളിഞ്ഞിരിക്കുന്നു. കർത്താവേ, അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. കവർച്ചക്കാരിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്റെ പാദം പിഴപ്പിക്കാൻ അവർ നോക്കുന്നു. ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. എനിക്കെതിരായി അവർ കുരുക്കുരുക്കിയിരിക്കുന്നു, വഴിയരികിൽ വല വിരിച്ചിരിക്കുന്നു. അങ്ങാണ് എന്റെ ദൈവമെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു. കർത്താവേ, എന്റെ ശക്തനായ രക്ഷക, എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. യുദ്ധദിനത്തിൽ എന്റെ പടത്തൊപ്പിയാകണമേ. കർത്താവേ, ദുഷ്ടരുടെ മോഹം സാധിച്ചു കൊടുക്കരുതേ. അവരുടെ ദുരാലോചന സഫലമാക്കരുതേ. അപവാദം പരത്തുന്നവൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. ദുഷ്ടനെ തിന്മ വേട്ടയാടും. കർത്താവ് ദരിദ്രർക്ക് നീതി നൽകുമെന്നും അഗതികൾക്ക് ന്യായമേകുമെന്നും എനിക്കറിയാം. നീതിനിഷ്ഠർ അങ്ങയുടെ നാമം പുകഴ്ത്തും. പരമാർത്ഥികൾ അങ്ങയുടെ സന്നിധിയിൽ വസിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്നെ തള്ളിക്കളയരുതേ. അഹങ്കാരികൾ എനിക്കെതിരായി കെണിവച്ചിരിക്കുന്നു. അവരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അധർമ്മികൾ അവരുടെ വലകളിൽ കുരുങ്ങട്ടെ. ഞാനോ സുരക്ഷിതനായി കടന്നു പോകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക്
എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എനിക്കും മുന്തിരിത്തോട്ടത്തിനുമിടയിൽ ന്യായം വിധിക്കുവിൻ. രക്ഷകനീശോയേ, ഇസ്രായേലിനെ നീ മുന്തിരി വയലാക്കി ഫലമന്വേഷിച്ചെത്തുകയിൽ സൃഷ്ടിക്കെല്ലാം ഉടയവനാം നിന്നെ സേവകഗണമെന്നാൾ മർദ്ദിച്ചൊടുവിൽ ക്രൂശിച്ചു ഞങ്ങൾ നിൻ സ്തുതികൾ പാടുന്നു. സിഹിയോന്റെ മക്കൾ രാജാവിൽ ആനന്ദിക്കട്ടെ. ഉന്നത സ്വർഗത്തിൻ സുതരേ ദൈവത്തിൻ പ്രിയരാന്ന വചനമേ, റൂഹായാൽ ജനിച്ചവരെ, ആധ്യാത്മികരായി തീർന്നവരെ, മാമോദീസ സലിലത്താൽ സബദൻ സുതരായി തീർന്നവരെ, ത്രിത്വത്തിൻ നാമം വാഴ്ത്തിടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാമോദീസായിൽ നിർമ്മല സലിലത്താൽ മൃത്യുവിൽ നിന്നാൾ ഉയരാർന്നവരാം നിങ്ങളിതാ മിശിഹായാലും പാവനനാം റൂഹായാലും അലങ്കൃതരായി ശോഭിതരായി തീരുന്നു. ശാശ്വതമാം ജീവൻ നേടിടാൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുൻപിൽ ഞാൻ പരിഭ്രമിക്കണം?
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം? എനിക്കെതിരെ സൈന്യവ്യൂഹം പാളയമടിച്ചാലും യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടില്ല. പ്രത്യാശയുള്ളവനായിരിക്കും. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കണം. അവിടുത്തെ ആലയം സന്ദർശിക്കണം. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ സ്തുതിയുടെ ബലികൾ അർപ്പിക്കും. അവിടുത്തെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവേ, എന്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു. ഞാൻ അങ്ങയുടെ തിരുമുഖം തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ നന്മ ദർശിക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുവീൻ. നിങ്ങളുടെ ഹൃദയം ശക്തിയാർജിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുവേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നരരക്ഷയ്ക്കായി ബലിയായവനെ ദൈവകുമാരാ കനിയണമിവരിൽ. നിഞ്ജനമാകും മേശഗണത്തിനു തിരുമുഖ ദർശനമേകിടണമേ. നിന്തിരുബലിയാൽ നേടിയ സുതരെ സംരക്ഷിക്കാൻ കനിയണമേ നീ. ശ്ലീവായാൽ നീ രക്ഷിതമാക്കിയ സഭയിൽ ശാന്തിയൊഴുക്കിയിടണമേ. പ്രത്യാശയോടെ തിരുസവിധത്തിൽ അഭയം ഞങ്ങൾ തേടിയിടുന്നു. ശ്ലീവായാൽ ഉയരേകിയ നാഥ സ്തുതിതൻ ഗീതമുയർത്തിയിടുന്നു. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതിയെന്നും ആമേൻ. പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. എന്തെന്നാൽ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുകൂടി ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. മാത്രമല്ല, നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും തീക്ഷ്ണതയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പീഡകൾ സഹിക്കുകയും പ്രവചനങ്ങൾ സ്ഥിരീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയാൽ സ്വയം താഴ്ത്തുകയും തന്നെ ക്രൂശിച്ചവരിൽ നിന്ന് ഞങ്ങളെ പ്രതി നിന്ദനങ്ങളും അധിക്ഷേപങ്ങളും സഹിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വംശത്തിന്റെ ശത്രുവായ സാത്താന്റെ പ്രേരണയാൽ ഞങ്ങളിലുണ്ടായ പാപങ്ങളാകുന്ന മുറിവുകളെ തന്നിൽ തറയ്ക്കപ്പെട്ട ആണികളുടെ മുറിവുകളാൽ സുഖപ്പെടുത്തിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ പീഡാസഹനവേളയിൽ സൃഷ്ടിജാലങ്ങളെ ഇളക്കുകയും അവയുടെ ഭാവഭേദത്താൽ തന്നെ സ്തുതിക്കാൻ ഗാഗുൽത്തായിലെ തന്റെ പീഡാസഹനവേളയിൽ സൃഷ്ടിജാലങ്ങളെ ഇളക്കുകയും അവയുടെ ഭാവഭേദത്താൽ തന്നെ സ്തുതിക്കാൻ മടി കാണിച്ച ബുദ്ധിയുള്ള സൃഷ്ടികളെ ശകാരിക്കുകയും ഗാഗുൽത്തായിലെ തന്റെ ബലിയർപ്പണ വേളയിൽ അവരെ അന്ധകാരത്തിലാക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ പാർശ്വം കീറിയ കുന്തത്താൽ
പറുദീസായിലെ വാൾ നീക്കം ചെയ്യുകയും ആദത്തിനും സന്തതികൾക്കും സ്വർഗരാജ്യമാകുന്ന അവകാശം തുറന്നു കൊടുക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ട രക്തത്താലും ജലത്താലും ഞങ്ങളിലുള്ള നിന്റെ പ്രതിച്ഛായയിൽ ഞങ്ങൾ വരുത്തിവെച്ച പാപത്തിന്റെയും ദുഷ്പ്രവൃത്തികളുടെയും കളങ്കം കഴുകി ശുദ്ധീകരിക്കുകയും അങ്ങനെ പാപമോചന രഹസ്യം ഉറപ്പാക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദത്തിന്റെ സന്തതികൾ പഴയതും ദുഷിച്ചതുമായ പഴം തൊപ്പിക്കളയുന്നതിനും പ്രത്യാശയുടെ ജീവൻ ആസ്വദിക്കുന്നതിനുമായി മരണത്തിന്റെ ആസ്ഥാനമായ നരകത്തിന്റെ അടിത്തറകൾ ഇളക്കിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ സ്ലീവായാൽ സാത്താനെയും അവന്റെ സൗധങ്ങളെയും നശിപ്പിക്കുകയും എല്ലാ ജനങ്ങളെയും സത്യദൈവാരാധനയിലേക്ക് ആകർഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ആണ്ടുതോറും അവ ആഘോഷമായി കൊണ്ടാടുന്നത് വഴി സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആനന്ദത്തിന്റെ മുന്നാസ്വാദനം തരികയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ പീഡാസഹനത്താലും മരണത്താലും ഉദ്ധാനത്താലും നീ മരണത്തെ പരാജയപ്പെടുത്തുകയും സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുകയും ചെയ്തു. നിന്റെ സ്ലീവായാകുന്ന മൂല്യമായ അടയാളത്താൽ നിന്റെ ആരാധകരായി ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര